നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റോഡ്രിഗോ 2025 അനുഭവിച്ചത് വല്ലാത്ത ഒരു ദുരനുഭവമാണ്. കാർലോ അഞ്ചലോട്ടി പോയ ശേഷം സാബി അലോൺസോ വന്നിട്ട് ടീമിലുണ്ടോ ഇല്ലയോ, ഉണ്ടാകുമോ, പുറത്താകുമോ, ഇങ്ങനെയുള്ള ആശങ്കകളിലൂടെയാണ് സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുടെ സമയം കടന്നുപോയത്. പിന്നെയും വേണ്ടത്ര അവസരങ്ങൾ ലഭിക്കുന്നില്ല. അങ്ങനെ കാത്തിരുന്ന് ഇപ്പോൾ അവൻ മിന്നും ഫോമിൽ അവൻ്റെ പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മനം നിറഞ്ഞിട്ട് സാബി അലോൺസോ പറയുകയാണ് അവൻ്റെ മാജിക് ടീമിന് വളരെ ആവശ്യമാണ് എന്ന്. മാത്രമല്ല, ഇന്നലത്തെ അവൻ്റെ പെർഫോമൻസ് സാന്റിയാഗോ ബെർണാബുവിൽ ആരാധകർ അവൻ്റെ പേര് ചാൻറ്റ് ചെയ്യുന്നു, കൈയടിക്കുന്നു. വിനി ജൂനിയർ കൂവുന്നുണ്ട് കേട്ടോ, അത് വേറെ കാര്യം, അത് വേറെ നമ്മൾ സംസാരിക്കേണ്ട വിഷയമാണ്. റോഡ്രിഗോയെ ഇപ്പോൾ വീണ്ടും ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളെന്ന രൂപത്തിൽ പലരും വിലയിരുത്തി തുടങ്ങിയിട്ടുണ്ട്. വേൾഡ് കപ്പ് എടുക്കുമ്പോൾ ഈ രൂപത്തിലേക്ക് അവൻ മാറുന്നത് തീർച്ചയായിട്ടും ബ്രസീലിന് വളരെ ഗുണകരമായിട്ടുള്ള കാര്യമാണ്. അതിനപ്പുറത്തേക്ക് സെറ്റ് പീസുകളിൽ അവനൊരു ബീസ്റ്റായി മാറിക്കൊണ്ടിരിക്കുന്നു. റോഡ്രിഗോയുടെ ഫ്രീ കിക്കിൽ നിന്നാണ് റയലിൻ്റെ ആദ്യ ഗോൾ ഇന്നലെ പിറക്കുന്നത്, ഗോൺസലോ ഗാർഷ്യയുടെ ഗോള്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കോർണർ കിക്കിൽ നിന്നാണ് മറ്റൊരു ഗോൾ പിറക്കുന്നത്. പകരം 2 അസിസ്റ്റുകൾ, രണ്ടും സെറ്റ് പീസുകളിലൂടെ. റോഡ്രിഗോ ഫോമിൻ്റെ പാരമ്യതയിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. ഇന്നലത്തെ റയൽ ബെറ്റീസിനെതിരെയുള്ള 5-1 വിജയത്തിൽ മാത്രം അവൻ്റെ കണക്ക് നമ്മൾ എടുത്താൽ 2 അസിസ്റ്റുകൾ ഉണ്ടായിരുന്നു. 3 ബിഗ് ചാൻസുകൾ റോഡ്രിഗോ ക്രിയേറ്റ് ചെയ്തു. 32 പാസുകളിൽ 29 എണ്ണവും ലക്ഷ്യത്തിൽ എന്ന് പറയുമ്പോൾ 91% പാസിംഗ് ആക്യുറസി. 9 ക്രോസുകളിൽ 4 എണ്ണവും കൃത്യമായി ലക്ഷ്യത്തിലേക്ക്. 15 ഗ്രൗണ്ട് ഡ്യുവൽസിൽ 9 എണ്ണവും വിൻ ചെയ്തു. 6 ഡ്രിബ്ലിംഗ് അറ്റംപ്റ്റുകളിൽ 4 എണ്ണവും അവൻ സക്സസ്ഫുൾ ആയിട്ട് തന്നെ ചെയ്തു. 5 ഫൗൾസാണ് എതിരാളികൾ അവനെ ചെയ്തത്. അതായത് 8-ന് മുകളിലുള്ള റേറ്റിങ്ങിലുള്ള പെർഫോമൻസാണ് ഇന്നലെ റോഡ്രിഗോയിൽ നിന്ന് വന്നിരിക്കുന്നതെന്ന് മാത്രമല്ല, ഇപ്പോൾ റോഡ്രിഗോ റയൽ മാഡ്രിഡിന് വേണ്ടിയിട്ട് കഴിഞ്ഞ 5 മത്സരങ്ങളിൽ 5 ഗോളുകളിൽ ഇൻവോൾവ് ആയിരിക്കുന്നു. കഴിഞ്ഞ 5 കളികളിലും അവൻ്റെ ഗോൾ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. 5 കളികളിൽ 4 എണ്ണത്തിലാണ് സ്റ്റാർട്ട് ചെയ്തത്. 2 ഗോളുകളും 3 അസിസ്റ്റുകളും വന്നു. ഓരോ 73 മിനിറ്റുകളിലും ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ വരുമ്പോൾ 8 ബിഗ് ചാൻസുകൾ അവൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ 14 കീ പാസുകൾ കൊടുക്കുമ്പോൾ 16 സക്സസ്ഫുൾ ഡ്രിബിളിങ്ങുകളിൽ 10 എണ്ണവും സക്സസ്ഫുൾ ആകുമ്പോൾ 21 ക്രോസുകളിൽ 11 സക്സസ്ഫുൾ ആകുമ്പോൾ തീർച്ചയായിട്ടും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, അവൻ ഫോമിൻ്റെ പാരമ്യതയിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടുള്ള താരങ്ങളുടെ ലിസ്റ്റിൽ, ആ എലൈറ്റ് ലിസ്റ്റിൽ എന്നും റോഡ്രിഗോയ്ക്ക് ഇടമുണ്ടായിരുന്നു. ഇടക്കാലത്ത് അവനെ സംശയിച്ചവർ തന്നെ ഇപ്പോൾ അവന് വേണ്ടി കൈയടിക്കുന്ന അതിമനോഹരമായ കാഴ്ച. സാബി അലോൺസോയുടെ വാക്കുകൾ തന്നെ അതിന് വളരെ കൃത്യമായിട്ടുള്ള തെളിവാണ്. ആഞ്ചലോട്ടിയെ കാലത്തും റോഡ്രിഗോയിൽ വിശ്വാസം അർപ്പിച്ചയാളാണ്. ആ റോഡ്രിഗോയെ വെച്ചുകൊണ്ട് അടുത്ത വേൾഡ് കപ്പിൽ അയാൾ മായാജാലം കാണിക്കുമോ? കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.